മോദി സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബാങ്ക് തന്നത്. അല്ലെങ്കിൽ ഒരു ഈടുമില്ലാതെ തരില്ല. നമ്മൾ ആ കൊടുത്ത ആധാർ കാർഡാണ്. മുനിസിപ്പാലിറ്റിയുടെ സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കിട്ടിയത് അല്ലെങ്കിൽ കിട്ടൂല. മോദി സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവാണ്. അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. ഇപ്പം പിടിക്കുന്ന പരിപാടി പങ്കെടുക്കുക എന്നുള്ളതാണ്. ബാക്കി ഒരു പരിപാടി 23-ാം തീയതി പോയിട്ട് 27-ാം തീയതി ഇരിക്കുന്നൊക്കെ ന്യൂസ് കേട്ടത്. ശരിക്കും ന്യൂസ് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ കുറേ ഉണ്ട് കാണാൻ പക്ഷേ അത് നന്ദി പറയാം. അതെപ്പോഴും നന്ദി പറയാനല്ലേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നമ്മളൊരു വ്യക്തിനല്ലത് കുറേ ആൾക്കാരെ സഹായിക്കേണ്ടല്ലോ. വഴിയോര കച്ചവടക്കാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സ്വാനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കദിയയും റഷീദിക്കയുമാണ് എന്നോടൊപ്പം ഉള്ളത്. 3 തവണ ഈ വായ്പ കൃത്യമായി തിരിച്ചടച്ചതിലൂടെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലേക്ക് പ്രത്യേക അതിഥികളായി എത്താൻ തയ്യാറെടുക്കുകയാണ് ഇവർ. ആ യാത്രയെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, ജനകീയമായ പദ്ധതികൾ ഇവരെപ്പോലുള്ള ആളുകൾക്ക്, ഇവരെപ്പോലുള്ള സംരംഭകർക്ക് എങ്ങനെ തുണയാവുന്നുവെന്നും നമുക്ക് ചോദിക്കാം. ഡൽഹിയിലൊക്കെ പോയി പ്രധാനമന്ത്രി മന്ത്രിമാരെയൊക്കെ കാണുന്നതിൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, ഒരിക്കലും ഓർക്കാത്തൊരു കാര്യമാണ് ഡൽഹി പോകും. നല്ല സന്തോഷം. അദ്ദേഹത്തെ കണ്ടൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് എന്തൊക്കെ ആയിരിക്കും പറയുക? എന്താ പറയുക, ഞങ്ങൾ വഴിയോര കച്ചവടക്കാരെ ഇവിടെ നിലനിർത്തണം. ഈ പ്രധാനമന്ത്രിയൊക്കെ നേരിട്ട് കാണാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് അവിചാരിതമായി കിട്ടിയൊരു സന്തോഷമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. നമുക്ക് അടുത്തുപോലും ദൂരെന്ന് പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ തൃശ്ശൂരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ പാസ്പോർട്ട് കയറുക, അദ്ദേഹത്തെ അടുത്ത് കാണുക, അതൊക്കെ അനുഗ്രഹം തന്നെയാണ്. എന്തുവായിരുന്നു ഇതിൻ്റെ? അത് നമ്മൾ ഈ ലോൺ എടുത്തതാണ്. നരേന്ദ്രമോദി സർക്കാർ കൊറോണയ്ക്ക് ലോൺ ഇട്ടിരുന്നാൽ ഈ വഴിയോര കച്ചവടക്കാർക്ക്. അപ്പോൾ നമ്മൾ അതിൽ 10,000 രൂപ ലോൺ ഇട്ടു. അത് നമ്മൾ ഒരുപാട് സാമ്പത്തിക ബാക്കൊക്കെ ആയിരുന്നു. അപ്പോൾ കിട്ടിയത് വലിയൊരു ഉപകാരത്തിൽപ്പെട്ടു. അങ്ങനെ നമ്മൾ കട മുന്നോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞേക്കാണ്ട് ഈ കൊറോണ വന്നപ്പോഴും ആൾക്കാർ കമ്മിയായപ്പോഴും നമുക്ക് പിന്നെ കടം വന്നു. അപ്പോൾ പിന്നെ 20,000 ലോൺ ഇട്ട് തരണേ. അപ്പോൾ അത് ഞങ്ങളെടുത്തു. അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായി. പിന്നെ അത് നമ്മൾ പെൻഡിങ് കൂടെ അടച്ചപ്പോൾ മറ്റൊരു പറഞ്ഞു 50,000 ലോൺ ഉണ്ട് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഡൽഹി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആകെ കൊടുത്ത ആധാർ അത്ര കൊടുത്തതുള്ളൂ. പിന്നെ നമ്മുടെ അഡ്രസ്സ് അവർ കയ്യിലുണ്ടല്ലോ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ബാങ്ക് അവർക്കറിയാം. മോദി സർക്കാരിൻ്റെ ഈ പരിപാടിയെ റിപ്പബ്ലിക്കിനെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങി പോവാണ്. അപ്പോൾ മോദിയോടും മോദി ഗവൺമെൻറ്റോടും അകമഞ്ഞ് നന്ദി കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ സഹായിച്ച ഇവിടുത്തെ ലോറി സ്റ്റാൻഡിലെ ലോറിക്കാരും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, അവർക്ക് എല്ലാവർക്കും നന്ദി ഇത് അറിയിക്കുന്നു. തുടർന്നും എല്ലാവരും സഹകരണം ഉണ്ടാകണം. എത്ര നാളായി കച്ചവടം നടത്തുക? ഇത് 10ാമത്തെ വർഷമാണ്. ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ തന്നെ. ഞാൻ മുമ്പ് കൂലിപ്പണിക്ക് പോയിരുന്നു. ഒരിക്കലും ഞാൻ ഇങ്ങനൊന്നും എത്തും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതൊരു പഠിച്ചോൻ്റെ ഒരു പുണ്യം, വേറെ ഒന്നല്ല ഇപ്പോൾ പറഞ്ഞു. ഞാൻ തേപ്പാരൊപ്പം പോയിട്ടുണ്ട്, പടുവാരപ്പം പോയിട്ടുണ്ട്, അതേപോലെ കോൺക്രീറ്റിൻ്റെ ആൾക്കാരും പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ഒത്തിരി പ്രശ്നത്തിലായിരുന്ന സമയത്താണോ ഈ ആദ്യത്തെ ഗഡുവിനായിട്ട് അപേക്ഷ കൊടുക്കുന്നത്? ആ സമയത്തായിരുന്നല്ലോ ഇത്. അപ്പം ഞാൻ ചോദിച്ചു ഇതിന് വലിയൊരു എമൗണ്ട് പലിശ ചോദിച്ചാൽ പറഞ്ഞു വലിയൊരു എമൗണ്ട് ഉണ്ടാവില്ല, മറ്റേ പലിശൻ്റെ അത്ര വരൂല പലിശ എന്ന് പറഞ്ഞു. അത് നമ്മൾ പെൻഡിങ് ഇല്ല വീട്ടിൽ. പിന്നെ 2ാമത്തെ ലോൺ എടുത്തപ്പോൾ പെൻഡിങ് വന്നു. കാരണം അന്ന് കൊറോണയാണ്. ശരിക്കും പുറത്തിറങ്ങാൻ പറ്റൂല, വീടിലാണ് ആളില്ല, അങ്ങനെ ഉണ്ടാവും മാത്രമേ ഉള്ളൂ. ശരിക്കും ആൾക്കാർ വന്നാൽ അപ്പോൾ നമ്മളെന്താവട്ടെ, നമ്മൾ ഓട്ടോറിക്ഷയിലാണ് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. നമ്മൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയിൽ വെച്ച് ഭക്ഷണം കൊടുക്കും. നമ്മൾ വീടിൽ കയറാൻ പറ്റില്ല, അവിടെ അങ്ങോട്ട് ബ്ലോക്കാക്കി, ഇവിടെ ഇങ്ങോട്ട് ബ്ലോക്കാക്കി, അങ്ങനെ ഇതിനകത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഓട്ടോറിക്ഷയിൽ കൊടുത്തിരുന്നു. രാവിലെ 4:45 എടുത്ത് 5 മണിക്ക് ചായ കൊടുക്കും. വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവും ചായ. മറ്റേ കുട്ടികൾ ഉച്ചയ്ക്ക് കുറച്ച് നെയ്ച്ചോറുണ്ടാക്കും. പിന്നെ കഞ്ഞി, കപ്പ, പൊറോട്ട അങ്ങനെ കൊടുക്കും. ഇത്തരം പദ്ധതികളെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായം എന്താ നിങ്ങൾ? ഇതൊക്കെ മുന്നോട്ട് പോയാലേ ജനങ്ങൾക്ക് തൊഴിലുണ്ടാവുള്ളൂ. തൊഴിൽ മേഖല മെച്ചപ്പെടുത്താൻ എല്ലാവരും ഗവൺമെൻറ്റും എല്ലാവരും സഹായിക്കുക. കോവിഡ് സമയത്ത് ഒത്തിരി പ്രതിസന്ധിയിലായിരുന്ന സമയത്താണോ? പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ ലോൺ കാലത്ത് തന്നത്. അതിന് നന്ദി പ്രത്യേകം പറയണം. ഇത് ഈ ഒരു എമൗണ്ട് ശരിക്കും ഒരു ആദ്യ ഘട്ടത്തിൽ 10,000, 2ാം ഘട്ടത്തിൽ 20,000, 3ാം ഘട്ടത്തിൽ 50,000. അതൊരു വഴിയോര കച്ചവടക്കാരെന്ന് പറയുന്നത് ചേട്ടനെ പോലുള്ള ആൾക്കാർക്ക് എത്രത്തോളം ഉപകാരമാണ്? 100% ഉപകാരം. ഞങ്ങളെ പരിപാടികൾ പലതും നടക്കാനും ബിസിനസ് നടക്കാനും ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ചെറിയ മാസം അടവേ ഉള്ളൂ. ഇപ്പോൾ 50,000 രൂപയ്ക്ക് 2,000 രൂപയാണ്. ഒരു ദിവസം 70 രൂപ വെച്ച് അടച്ചാൽ ഞങ്ങൾക്ക് അത് അടയ്ക്കാൻ കഴിയും. അടയ്ക്കണം. ജനങ്ങൾ കൃത്യമായി അടച്ചാലേ നമ്മൾ പോലത്തെ വീട് ലോൺ കിട്ടുള്ളൂ. ഒരാൾ പെൻഡിങ് കിട്ടാൽ പിന്നെ ഇതൊരു മുടക്കി ബാങ്കുകാർ തരൂല. എല്ലാവരും അടയ്ക്കണം എന്നോ പറയാനുള്ളത്. ലോൺ എടുക്കുക, അടയ്ക്കുക, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ വിജയിപ്പിക്കുക, അത് പറയാനുള്ളത്. അതായത് നിലയെ കൊടുത്താൽ അവർ വീട്ടിൽ തരും. അത് നമ്മളെ പോലത്തെ വളരെ ഉപകാരമായിരിക്കും. ഈ സർക്കാർ പദ്ധതി ഏർപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ ലോൺ തരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബാങ്ക് തന്നത്. അല്ലെങ്കിൽ ഒരു ഈടുമില്ലാതെ തരില്ല. നമ്മൾ ആ കൊടുത്ത ആധാർ കാർഡാണ്.
അപ്പം മുനിസിപ്പാലിറ്റിയുടെ സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കിട്ടിയത് അല്ലെ കിട്ടൂല. മോദി സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവാണത്, അല്ലെ കിട്ടാൻ സാധ്യതയില്ല. ബാങ്കുകാരിപ്പം ആധാരവും ഇതൊക്കെ ചോദിക്കുന്ന സമയമാണ്. മോദി സർക്കാർ പ്രഖ്യാപനം കൊണ്ടാണ് ഞങ്ങൾക്കത് കിട്ടിയത്. അതിന് നന്ദി അറിയിക്കണം.